ഹലോ ഫ്രണ്ട്സ്, വർഷങ്ങൾക്ക് ശേഷം നാനോടെക്കിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഏതാണ്ട് ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത വീഡിയോ 3 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. നിങ്ങൾക്കൊരു ടൈം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞ ശേഷം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, എനിക്ക് പിന്നെ ഇതിൽ വീഡിയോ ചെയ്യാനും ആ ഒരു എന്താ പറയുക, കുറച്ച് തിരക്കിലായിപ്പോയി. ആ തിരക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് സർവീസിങ്, ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ഉള്ള എല്ലാ സാധനങ്ങളും ഞാൻ റിപ്പയർ ചെയ്യുമായിരുന്നു. അതിൽ പിന്നെ ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് ചിപ്പ് ലെവൽ, അതൊക്കെയായിരുന്നു ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അവസാനം ഞാൻ LED TV-യുടെ മദർ ബോർഡ് ചിപ്പ് ലെവൽ സർവീസ് കാര്യങ്ങൾ ചെയ്തു. പിന്നെ LED TV-യുടെ പാനൽ റിപ്പയർ, അതിൻ്റെ അത്യാവശ്യം റിപ്പയർ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ പ്രൊഫഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കി. അതായത് ഇലക്ട്രോണിക്സ് റിപ്പയർ സൈഡായിട്ട് കൊണ്ടുപോവുക, അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു പ്രൊഫഷൻ കൂടി സൈഡായിട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതിൻ്റെ തിരക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് പിന്നെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും, സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഫഷനാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് എനിക്ക് ഒത്തിരി പഠിക്കാനും പിന്നെ എൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒത്തിരി സമയം വേണ്ടി വന്നായിരുന്നു. പിന്നെ വീഡിയോ ചെയ്യാനായിട്ട് ആ ഒരു സമയം കണ്ടെത്താനായിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാൻ ഈ അടുത്താണ് ഈ നാനോടെക് എന്ന് പറഞ്ഞ ചാനൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കുമാണ് ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒരു 8-9 വീഡിയോസായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ 9 വീഡിയോയിൽ എനിക്ക് അറൗണ്ട് 100 സബ്സ്ക്രൈബായിരുന്നു ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അറൗണ്ട് 656 സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കമൻസ് എല്ലാം എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല പോസിറ്റീവ് കമൻസാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, വീഡിയോ ചെയ്യുന്നില്ലേ, ഇനി വീഡിയോ ഇല്ലേ. അതുപോലെ ഞങ്ങളുടെ വീഡിയോ അത്യാവശ്യം നല്ല വീഡിയോസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ ആൾക്കാർക്ക് ഇതുപോലുള്ള വീഡിയോകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞാനപ്പോൾ പതിയെ ഇതിലേക്ക് വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സമയം കണ്ടെത്തി എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ആലോചിക്കുന്നത് എൻ്റെ പുതിയ പ്രൊഫഷൻ, അതായത് സ്റ്റോക്ക് മാർക്കറ്റ്. ഞാൻ ആദ്യം പഠിച്ചത് ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യാനായിരുന്നു. അതിൻ്റെ മെത്തേഡ്സുകളെല്ലാം പഠിച്ചതിന് ശേഷം ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നു. അതിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പലതരം സെഗ്മെൻറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചു. അതിന് പിന്നെ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡിങ് പഠിച്ചു. പിന്നെ ഇതിൻ്റെ ട്രേഡിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ കൂടുതൽ പഠിച്ചത്. അതുപോലെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറൗണ്ട് 8ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഞാൻ മാറി പോയി പഠിച്ചായിരുന്നു. അത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഞാൻ പഠിച്ചായിരുന്നു. അതുപോലെ ഞാനിത് കോൺസെൻട്രേറ്റ് ചെയ്ത് ട്രേഡിങ്ങിൻ്റെ ഒരു സൈഡിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന മെത്തേഡായിരുന്നു. ആ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ പഠിച്ചത്. കാരണം ഇപ്പോൾ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേരളത്തിൽ ട്രേഡിങ് പഠിപ്പിക്കുന്ന. പക്ഷേ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവർ കൊടുക്കുന്ന സ്ട്രാറ്റജി ഒത്തിരി പിള്ളേർ ട്രേഡ് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ട്രേഡിങ് പഠിക്കുമ്പോഴേ അവിടുത്തെ സാറന്മാരൊക്കെ പറയുന്നുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് നമ്മൾ മാറുന്നത്. അപ്പോൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു സ്വന്തമായിട്ട് സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്യുക. അപ്പോൾ അതിൻ്റേതുള്ള റിസർച്ചും കാര്യങ്ങളായിട്ടാണ് ഞാൻ കുറച്ച് നാൾ ബിസി ആയത്. പിന്നെ സൈഡിൽ കൂടി വർക്കും ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് സ്ട്രാറ്റജീസൊക്കെ ബിൽഡപ്പ് ചെയ്തു. അതുപോലെ ഫോറക്സിലും ഇന്ത്യൻ മാർക്കറ്റിലും ക്രിപ്റ്റോയിലൊക്കെ എനിക്ക് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ഇതുപോലെ എനിക്ക് ഒത്തിരി പോസിറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിപ്പിലുള്ള വീഡിയോസ് ഞാൻ ഏതായാലും ഇതിൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന രീതിയിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ നമുക്ക് ഷെയർ ട്രേഡിങ്ങായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് എങ്ങനെ ബിൽഡ് ചെയ്യാം, എങ്ങനെയാണ് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസുകളും കൂടി ഞാൻ വേണമെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക്
ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഏതാണോ അത് നമുക്ക് ആദ്യം അപ്ലോഡ് ചെയ്ത് പോവാം. അപ്പോൾ എന്തായാലും ചിപ്പ് ലെവലിൻ്റെ ക്ലാസ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൻ്റെ ചിപ്പ് ലെവലിൻ്റെ ഏറ്റവും ബേസിക്സ് തൊട്ട് നമുക്ക് ഓരോ 1 by 1 ആയിട്ട് ഓരോ ICയും അതിൻ്റെ ഫങ്ഷൻസ് വർക്കിംഗ് അതിൻ്റെ വോൾട്ടേജ് മെഷർമെൻറ്റ് തൊട്ടെല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ അതുപോലെ തന്നെ ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഏതാണ്, അതായത് ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ട, അതായത് കമ്പ്യൂട്ടർ ചിപ്പ് ലെവലായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണോ, അതുപോലെ തന്നെ ട്രേഡിങ്ങും അതിൻ്റെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന മെത്തേഡ്സും അതായിട്ട് റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ അതും. അപ്പോൾ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.